നമസ്കാരം. ഏതൊരു സ്ഥാപനത്തിന്റെയും ഏറ്റവും വലിയ മുതൽമുടക്ക് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് അവിടുത്തെ ആളുകളാണ്. പക്ഷേ ജീവനക്കാരുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്തി ഒരു സ്ഥാപനത്തിന്റെ വിജയമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അഥവാ HRDയുടെ ലോകത്തേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കും. അതിനുശേഷം അതിന്റെ പ്രധാന ഭാഗങ്ങൾ, അതായത് സബ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കും. പിന്നെ ട്രെയിനിംഗ്, ഡെവലപ്മെന്റ് എന്നിവയുടെ വിവിധ രീതികൾ, നാളത്തെ മാനേജർമാരെ എങ്ങനെയാണ് കമ്പനികൾ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യുന്നത്, അവസാനം ടെക്നോളജി ഈ മേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അഥവാ HRD? കേൾക്കുമ്പോൾ വലുതായി തോന്നാമെങ്കിലും ഏതൊരു സ്ഥാപനത്തിന്റെയും വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണിത്. ഈ നിർവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ചിട്ടയായ പ്രക്രിയ അഥവാ സിസ്റ്റമാറ്റിക് പ്രോസസ് എന്നതാണ്. അതായത് ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല. ജീവനക്കാരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും ആ കഴിവുകളെ കമ്പനിയുടെ ലക്ഷ്യങ്ങളുമായി ഒരുമിപ്പിക്കാനും വളരെ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ HRDയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? വെറുതെ ഒരു ട്രെയിനിംഗ് കൊടുക്കുക എന്നതിനപ്പുറം ഇതിന് വളരെ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഒരു ജീവനക്കാരന് ടെക്നിക്കൽ സ്കിൽസ് മാത്രമല്ല, മറ്റുള്ളവരുമായി നന്നായി ഇടപെടാനുള്ള കഴിവ്, ഒരു ടീമിനെ നയിക്കാനുള്ള കഴിവ്, അതുപോലെ ഒരു സ്ഥാപനം മൊത്തത്തിൽ മെച്ചപ്പെടാൻ സഹായിക്കുക, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇനി ഇതൊക്കെ എന്തിനാണ് ഒരു കമ്പനി ചെയ്യുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? ഇവിടെയാണ് HRD ഒരു വെറും ചെലവല്ല, മറിച്ച് ഒരു കിടിലൻ നിക്ഷേപമായി മാറുന്നത്. നല്ല ജീവനക്കാർ കമ്പനി വിട്ടു പോകാതിരിക്കാനും നാളത്തെ ലീഡേഴ്സിനെ ഇന്നെ കണ്ടുപിടിക്കാനും കമ്പനിക്കുള്ളിൽ എപ്പോഴും പുതിയ ആശയങ്ങൾ വരാനും ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കാനും HRD സഹായിക്കുന്നു. HRD എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും നമുക്കിപ്പോൾ ഒരു ധാരണയായി, അല്ലേ? ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. HRDയെ അതിന്റെ പ്രധാന ഭാഗങ്ങളായി, അതായത് സബ്സിസ്റ്റംസായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ 7 സബ്സിസ്റ്റംസും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല നിൽക്കുന്നത്. അതൊരു ശൃംഖല പോലെയാണ്. ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, നല്ല ട്രെയിനിംഗ് ലഭിച്ചാൽ അത് ജീവനക്കാരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തും. അത് അവരുടെ കരിയർ ഡെവലപ്മെന്റിനും സഹായകമാവും. കണ്ടില്ലേ, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. HRD എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇതായിരിക്കും, അല്ലേ? ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. നിലവിലെ ജോലി നന്നായി ചെയ്യാനും അടുത്ത ലെവലിലേക്ക് പോകാനും ആവശ്യമായ അറിവും കഴിവുകളും നൽകുക. അതാണിതിന്റെ പ്രധാന ലക്ഷ്യം. അടുത്തത് പെർഫോമൻസ് മാനേജ്മെന്റ്. ഇത് വർഷാവസാനം ഒരു റിപ്പോർട്ട് കാർഡ് കൊടുക്കുന്ന പരിപാടിയല്ല, ഒരിക്കലുമല്ല. ഇതൊരു തുടർ പ്രക്രിയയാണ്. അതായത് ലക്ഷ്യങ്ങൾ വയ്ക്കുക, പ്രകടനം വിലയിരുത്തുക, ഫീഡ്ബാക്ക് കൊടുക്കുക, വീണ്ടും മെച്ചപ്പെടുത്തുക. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് HRDയുടെ ദീർഘവീക്ഷണം വ്യക്തമാകുന്നത്. കരിയർ ഡെവലപ്മെന്റ്. ഒരു ജീവനക്കാരന് ആ കമ്പനിയിൽ തന്നെ വളരാനും അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാനുമുള്ള ഒരു പാത ഒരുക്കിക്കൊടുക്കുക. ഒരു ജോലിയിൽ ഒതുങ്ങാതെ ഒരു കരിയർ തന്നെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുക. ഓക്കേ, അപ്പോൾ നമുക്ക് ആ ആദ്യത്തെ സബ്സിസ്റ്റത്തിലേക്ക്, അതായത് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. ജീവനക്കാരെ പരിശീലിപ്പിക്കാൻ കമ്പനികൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസും രീതികളും എന്തൊക്കെയാണെന്ന് നോക്കാം. പരിശീലന രീതികളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഓൺ ദ ജോബ് ട്രെയിനിംഗ്, അതായത് ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുന്നത്. പിന്നെ ഓഫ് ദ ജോബ് ട്രെയിനിംഗ്, അതായത് ജോലി സ്ഥലത്ത് നിന്ന് മാറി നിന്ന് പഠിക്കുന്നത്. ഇതിനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒന്ന് നീന്തൽക്കുളത്തിൽ ഇറങ്ങി നീന്തൽ പഠിക്കുന്നത് പോലെയാണ്, മറ്റൊന്ന് കരയിലിരുന്ന് നീന്തലിന്റെ തിയറി പഠിക്കുന്നത് പോലെയും. ഓൺ ദ ജോബ് രീതികൾ പൂർണ്ണമായും പ്രായോഗിക അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജോബ് റൊട്ടേഷനിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലും ജോലി ചെയ്തു പഠിക്കുന്നു. മെന്ററിംഗിൽ ഒരു സീനിയർ ഗൈഡായി കൂടെയുണ്ടാകും. ഷാഡോയിങ്ങിൽ മറ്റൊരാൾ ജോലി ചെയ്യുന്നത് കണ്ടുപഠിക്കാം. എല്ലാം പ്രായോഗികം, എല്ലാം ലൈഫ്. എന്നാൽ ഓഫ് ദ ജോബ് രീതികൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡാണ്. അവിടെ ക്ലാസ് റൂമുകളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുപോലെ സിമുലേഷൻ ട്രെയിനിംഗ്, അതായത് ഒരു യഥാർത്ഥ സാഹചര്യം കൃത്രിമമായി ഉണ്ടാക്കി അതിൽ പരിശീലിപ്പിക്കുക. കേസ് സ്റ്റഡീസ്, റോൾ പ്ലേയിംഗ് എന്നിവയൊക്കെ ഇതിൽ വരും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പൊതുവായ ട്രെയിനിങ്ങിനെക്കുറിച്ചാണ്. പക്ഷേ HRDക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫോക്കസ് ഏരിയ കൂടിയുണ്ട്: അടുത്ത തലമുറയിലെ ലീഡേഴ്സിനെ വാർത്തെടുക്കുക. ഇതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ട്രെയിനിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ടീമിനെ നയിക്കാനുള്ള കഴിവ്, സ്ട്രാറ്റജിക്കായി ചിന്തിക്കാനുള്ള കഴിവ് എന്നിവയ്ക്കാണ്. ചുരുക്കത്തിൽ നേതൃപാടവത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഇവിടെയും ഏറ്റവും ഫലപ്രദമായ രീതികൾ ചെയ്തു പഠിക്കുക എന്നത് തന്നെയാണ്.
ഉദാഹരണത്തിന്, ഒരു യഥാർത്ഥ പ്രോജക്റ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നൽകുക, അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ടീമിനെ ഏൽപ്പിക്കുക. അതിലൂടെ അവർ പഠിക്കും, അവർ വളരും. ഓക്കെ, നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കാം. ടെക്നോളജി എങ്ങനെയാണ് സാങ്കേതികവിദ്യ ഈ മുഴുവൻ രംഗത്തെയും മാറ്റിമറിച്ചത്? നമുക്ക് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ, ടെക്നോളജി പഠനത്തെ കൂടുതൽ എളുപ്പമാക്കി, ചിലവ് കുറച്ചു, ആർക്കും എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാമെന്ന അവസ്ഥയുണ്ടാക്കി. മാത്രമല്ല, വീഡിയോകൾ, ഗെയിമുകൾ, സിമുലേഷനുകൾ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പഠനം കൂടുതൽ രസകരവുമാക്കി. ഇന്നത്തെ HRD ടീമിന്റെ കയ്യിലുള്ള ടൂൾസ് കണ്ടോ? LMS, ഇ-ലേണിംഗ് ഒക്കെ നമുക്ക് പരിചിതമാണ്. പക്ഷേ വെർച്വൽ റിയാലിറ്റി, ഗെയിമിഫിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതൊക്കെ പഠനത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വെർച്വൽ ലോകത്ത് ഒരു സർജറി വരെ പ്രാക്ടീസ് ചെയ്യാൻ VR സഹായിക്കുന്നു. പഠനം ഒരു ഗെയിം പോലെ രസകരമാക്കാൻ ഗെയിമിഫിക്കേഷൻ സഹായിക്കുന്നു. സാധ്യതകൾ അനന്തമാണ്. അപ്പോ ഇവിടെയാണ് ഒരു വലിയ ചോദ്യം വരുന്നത്. AI ഓരോരുത്തർക്കും വേണ്ടത് കൃത്യമായി പഠിപ്പിക്കുന്നു. VR ഒരു സർജനെ പോലും ട്രെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യനായ ട്രെയിനറുടെ റോൾ ഇനി എന്തായിരിക്കും? ടെക്നോളജി ഇത്രയധികം വളരുമ്പോൾ മനുഷ്യന്റെ ഇടപെടലിന് എവിടെയാണ് പ്രസക്തി? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.